മോസസ്. ചേച്ചിക്ക് മോസസിന്റെ സ്റ്റോറി അറിയാമോ? പിന്നെ അല്ലാതെ എന്റെ ഏറ്റവും ഇഷ്ടമായ ചാപ്റ്ററാണ്. അതെയോ? അപ്പൊ ഞാൻ പഠിക്കുന്നില്ല, ചേച്ചി തന്നെ പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞുതരാം. മോസസിന്റെ സ്റ്റോറി ഒരു സൂപ്പർ ഹിറ്റ് സിനിമ പോലെ തന്നെയാണ്. അഡ്വെഞ്ചർ, ആക്ഷൻ, സസ്പെൻസ്, മിറക്കിൾസ്. And now, to bring this epic story to life, presenting our very own Appanmar, Pidruvetti Group, to take us to the journey to the life of Moses through their beautiful drama. Let us give them a huge round of applause. ഈജിപ്തിൽ വന്നുചേർന്ന് ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ വംശവർദ്ധനവിൽ ഭയം തോന്നിയ ഫറവോൻ അവരെ അടിമകളാക്കി നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയുവാൻ കൽപ്പിക്കുകയും ചെയ്തു. കൽപ്പന പ്രകാരം ഹെബ്രായർ തങ്ങൾക്ക് ജനിച്ച ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞുകൊന്നു. എന്നാൽ ഒരു കുടുംബം മാത്രം കുഞ്ഞിനെ കൊല്ലാൻ വിസമ്മതിച്ച് 3 മാസക്കാലം രഹസ്യമായി വളർത്തി. തുടർന്ന് കുഞ്ഞിനെ രഹസ്യമായി സൂക്ഷിക്കുന്നത് ദുഷ്കരമാകയാൽ ഞാങ്ങണ കൊണ്ട് നെയ്ത ഒരു കൂടയിൽ കിടത്തി നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുവച്ചു. അവിടേക്ക് വന്ന ഫറവോയുടെ പുത്രി കുഞ്ഞിനെ നദിയിൽ നിന്ന് കണ്ടെടുക്കുകയും അവനെ പുത്രനായി വളർത്തുകയും ചെയ്തു. ഇവനേക്കാൾ ശക്തനായ ഒരു നേതാവ് ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പുറപ്പാടിന് മുന്നിൽ നിന്ന് നയിച്ച ജോർദാന്റെ ഹൃദയം പിളർക്കാൻ മാത്രം വിശ്വാസബലമുണ്ടായിരുന്നവൻ. മോസസിനെ തുടർന്ന് ഇസ്രയേലിനെ നയിച്ച സർവ്വനേതാക്കൾക്കും ഇന്നും പുതിയ ഇസ്രയേലായ സഭയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സകലർക്കും മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മോസസ്, ഈജിപ്തുകാരനായ ഹെബ്രായൻ. ഈജിപ്തിലെ രാജകീയ പ്രൗഢി മോസസിന് അലങ്കാരത്തേക്കാൾ ആർഭാടമായി തോന്നി. ഫറവോയുടെ അടിമത്തത്തിൽ കഴിയുന്ന തന്റെ പിതൃഭവനത്തോടുള്ള കൂറ് ഒരു ഈജിപ്തുകാരനെ വധിക്കാൻ തക്കതായ ശത്രുത മോസസിൽ വളർത്തി. സ്വന്തം ജനങ്ങളുടെ പഴിയും രാജശിക്ഷയും ഭയന്ന് മോസസ് മിദിയാനിലേക്ക് ഒളിച്ചോടി. അങ്ങനെ ഈജിപ്തുകാരനായ ഹെബ്രായനിത മിദിയാനിലെ ആട്ടിടയനായിരിക്കുന്നു. എന്തിനാ നീ എപ്പോഴും കൂട്ടം തെറ്റി നടക്കുന്നേ? ആ പാറമുകളിൽ വലിഞ്ഞു കയറിയാൽ വീഴുമെന്നറിയില്ലേ? അല്ല, ഇതെന്ത് അത്ഭുതമാണ്! ആ മുൾച്ചെടി മുഴുവനും അഗ്നി വിഴുങ്ങിയിട്ടും അത് നശിക്കുന്നില്ലല്ലോ. ആശ്ചര്യം തന്നെ. മോസസ്, ആരാണ്? മോസസ്, ഇതാ ഞാനിവിടെ. നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അവരുടെ പീഡകൾ ഞാൻ കാണുന്നു. ആകയാൽ ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കുന്നു. എന്റെ ജനമായ ഇസ്രായേലിനെ ഫറവോയുടെ കയ്യിൽ നിന്നും നീ വീണ്ടെടുക്കണം. കർത്താവേ, ഫറവോയുടെ പക്കൽ പോകാനും ഇസ്രായേൽക്കാരെ പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? എനിക്കതിന് കഴിയില്ലല്ലോ. അവർ എന്നെ വിശ്വസിക്കുകയുമില്ല. കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് തന്നെ അവർ പറയും. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? ഇത് വെറുമൊരു വടിയാണ്. നിന്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തിടുക. കൈനീട്ടി അതിന്റെ വാലിൽ പിടിക്കുക. കർത്താവേ,
ഒന്ന് നന്നായി സംസാരിക്കാൻ പോലും കഴിയാത്ത എനിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കാനാ? ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? കർത്താവായ ഞാനല്ലേ? പുറപ്പെടുക, ഞാൻ നിന്നോട് കൂടെയിരിക്കും. നിന്റെ സഹോദരൻ അഹരോനെ ഇതാ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അവൻ നിനക്ക് വക്താവായിരിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം പറയുന്നു, വിക്കനും കൊലപാതകിയുമായ ഞാൻ ഇസ്രായേൽക്കാരെ രക്ഷിക്കണമത്രേ. ഇല്ല, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്നെ ആരാണ് വിശ്വസിക്കുക? പുറപ്പെടുക, ഞാൻ നിന്നോട് കൂടെയിരിക്കും. അതെ, ഞാൻ പോകും. എന്റെ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരും. ഞാൻ അങ്ങയുടെ സഹോദരനായ അഹറോനാണ്. ഇസ്രായേലിന്റെ വിമോചകനായി തിരഞ്ഞെടുത്ത അങ്ങേക്ക് പ്രണാമം. ഇന്നു മുതൽ അങ്ങയുടെ വാക്കുകൾക്ക് ശബ്ദമാകാൻ ഇതാ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. അഹറോൻ, എനിക്കൊന്നും വ്യക്തമാകുന്നില്ല. ഞാൻ ആകെ ഭയപ്പെട്ടിരിക്കുന്നു. ജീവിക്കുന്ന ദൈവമായ കർത്താവ് നമുക്കൊപ്പമുണ്ട്. നമുക്കൊന്നിച്ച് ഈജിപ്തിലേക്ക് പോകാം. യഹോവയുടെ ആജ്ഞ അനുസരിച്ച് ഇസ്രായേൽ ജനതയെ തിരിച്ചു കൊണ്ടുവരാം. ഇനി ഒരിക്കലും ആ കൊട്ടാരത്തിലേക്ക് തിരികെ പോകില്ലെന്ന് ഉറപ്പിച്ചവനാണ് ഞാൻ. പക്ഷേ യഹോവയുടെ ആജ്ഞകൾ ആർക്കു ധിക്കരിക്കാനാകും? അവൻ തന്നെയാണ് നമ്മുടെ ബലം. നമുക്ക് പോകാം. പ്രഭു, ആ മോസസിന്റെ മായാജാലങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആദ്യം അവൻ നമ്മുടെ നദിയിലെയും കിണറിലെയും ജലമെല്ലാം രക്തമാക്കി. തവളകളെ കൊണ്ട് നടക്കാൻ പറ്റാതായി. പിന്നെ പറന്നു നടക്കുന്ന ഒരുതരം പേൻ. ഓ, ആലോചിക്കാൻ കൂടി വയ്യ. അവരെ കൊണ്ട് അങ്ങയുടെ പ്രജകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. നമ്മുടെ കൊട്ടാരത്തിലെ മഹാമാന്ത്രികനായ അങ്ങേക്ക് എന്തുകൊണ്ടാണ് ആ ഹെബ്രായനായ മാന്ത്രികനെ പരാജയപ്പെടുത്താൻ കഴിയാത്തത്? പ്രഭു, അങ്ങയുടെ നിർദ്ദേശപ്രകാരം അവൻ ചെയ്ത മാന്ത്രിക പ്രവൃത്തികളെല്ലാം ഞങ്ങളും ചെയ്തില്ലേ? പക്ഷേ അവൻ നമ്മുടെ ജനത്തെ കൂടുതൽ ദ്രോഹിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ മഹാമാന്ത്രികനായ അങ്ങയിലുള്ള വിശ്വാസമാണ് നാം അവന് വാക്കുകൊടുത്തിട്ടും ഇസ്രായേൽ ജനത്തെ പോകാൻ അനുവദിക്കാത്തത്. പ്രഭു, ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ വളരെ പേടിപ്പിക്കുന്നതാണ്. അവന്റെ ദൈവം കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. അവനും അഹറോനും നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഭീതി വിതച്ചിരിക്കുകയാണ്. ഈച്ചകളെ അയച്ച് നമ്മുടെ ആളുകളെ എല്ലാം അസ്വസ്ഥരാക്കുന്നു. നമ്മുടെ വളർത്തുമൃഗങ്ങളെയെല്ലാം കൊന്നൊടുക്കി. കന്മഴയും വെട്ടിക്കിളികളുമായി നമ്മുടെ നാട് ആകെ പേടിച്ചരണ്ടിരിക്കുകയാണ്. ഇതൊന്നും അവന്റെ ആളുകളെ ബാധിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പിന്തുണ ഏറി വരികയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി നാട് മുഴുവൻ അന്ധകാരത്തിലാണ്. ആളുകൾ പേടിച്ചരണ്ടിരിക്കുന്നു. ആ മായജാലക്കാരെ കൂട്ടിക്കൊണ്ടുവരൂ. നമുക്കെതിരെ ചെയ്തതിനൊക്കെ അവനൊരു പാഠം പഠിപ്പിക്കും. അവരെന്തൊക്കെ ചെയ്താലും നാം അവരെ പോകാൻ അനുവദിക്കുകയില്ല. അവരെന്നും എന്റെ അടിമകൾ തന്നെ. അവരെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരുവനെയും ഞാൻ അനുവദിക്കുകയില്ല. നൈൽ നദിയുടെ അടിത്തട്ടിൽ ആണ്ടുപോകേണ്ടിയിരുന്ന നീ ഞങ്ങളുടെ കാരുണ്യം കൊണ്ട് മാത്രം ഈജിപ്തിൽ വളർന്നവനാണ്. ആ നീ ഏതോ കർത്താവിന്റെ പേരിൽ നമ്മുടെ ജനത്തെ വിഭജിക്കുന്നു. നമ്മുടെ അടിമകളായ ഇസ്രായേൽ ജനത്തിനെ അലസന്മാരാക്കുന്നു. എന്റെ ജനത്തിന്റെ പ്രവൃത്തികൾക്ക് തടസ്സം നിൽക്കാതെ വേഗം രാജ്യം വിട്ടുപോയിക്കൊള്ളുക.
നിന്റെ ജനത്തിന്റെ പ്രവൃത്തികൾക്ക് ഭംഗം വരാതിരിക്കാൻ നീ ഇസ്രായേൽ ജനതയെ വിട്ടയക്കുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ വന്ന് അവന്റെ നാമത്തിൽ ബലിയർപ്പിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കുക. ആരാണ് ഈ കർത്താവ്? ഞാൻ അവനെ അറിയുന്നില്ല. അവന്റെ വാക്ക് കേട്ട് ഞാൻ എന്തിനെ ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? നിങ്ങൾ രണ്ടുപേരും അടിമകളുടെ ജോലിക്ക് ഭംഗം വരുത്താതെ ഈ രാജ്യത്ത് നിന്നും പൊയ്ക്കൊള്ളുവിൻ. നീ ഞങ്ങളെ വിട്ടയക്കാത്ത പക്ഷം ഞങ്ങളുടെ ദൈവം മഹാമാരികൾ കൊണ്ടോ വാൾ കൊണ്ടോ നിങ്ങളെ ശിക്ഷിക്കും. വടിയെ സർപ്പമാക്കി ചെപ്പടി വിദ്യ കാണിക്കുന്ന മാന്ത്രികരെ, കടന്നുപോകൂ. അധികം താമസിയാതെ ഫറവോ, നീ ഞങ്ങളെ തിരികെ വിളിക്കും. നിങ്ങൾ പുച്ഛിച്ച ഹെബ്രായരുടെ ദൈവമാരെന്ന് നിങ്ങൾ അറിയും. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. ഫറവോ, നീ ഒരുങ്ങിക്കൊള്ളുക. കണ്ണുനീരിന്റെ ദിനങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. എന്റെ കൺമുന്നിൽ നിന്നും പോകുവിൻ. ഇനി എന്നെ കാണാതിരിക്കാനും ശ്രദ്ധിച്ചുകൊള്ളുക. എന്നെ കാണുന്ന ദിവസം നിന്റെ മരണമായിരിക്കും. ഈ അധിക പ്രസംഗികളെ പിടിച്ച് പുറത്താക്കൂ. ഹെബ്രായരുടെ ജീവിതം ദുസ്സഹമാക്കൂ. ഇഷ്ടികയുണ്ടാക്കാൻ അവർ തന്നെ ഇനി വക്കോൽ ശേഖരിക്കട്ടെ. ഈജിപ്തിന് ഇനി ഹെബ്രായരോട് കരുണ തോന്നാതിരിക്കട്ടെ. അവരുടെ നിലവിളികൾ ഈ നാട് മുഴുവൻ ഉയരട്ടെ. ഈജിപ്ത് അന്ധകാരത്തിലാകുന്ന നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. എഴുന്നേറ്റ് ജോലി എടുക്കടാ. ഓ, ഈ കൊടും വെയിലത്ത് പകല് മുഴുവൻ പണിയെടുത്തിട്ടും എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ആ മോസസിന്റെ മായാജാലം കണ്ട് നിങ്ങൾ അലസരായി മാറി. മുമ്പത്തെ പോലെ ഇപ്പോൾ പണിയെടുക്കുന്നുമില്ല. അവന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഞങ്ങളുടെ ഫറവോയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. വേഗം പോയി പണിയെടുക്കുവിൻ. അങ്ങയുടെ ദാസരോട് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് വൈക്കോൽ തരുന്നില്ല, എങ്കിലും ഇഷ്ടിക ഉണ്ടാക്കുവിൻ എന്ന് കൽപ്പിക്കുന്നു. അധിക പ്രസംഗികൾ, ഞങ്ങൾ മേലാളന്മാരെ ചോദ്യം ചെയ്യാൻ മാത്രം നീ വളർന്നുവോ? കഠിനഹൃദയരും സ്വാർത്ഥരുമായ ഈജിപ്തുകാരെ, ഹെബ്രായരെ പീഡിപ്പിക്കുന്നത് മതിയാക്കുവിൻ. ഇതാ മന്ത്രവാദിയും മായാജാലക്കാരനുമായ ഇവരുടെ രക്ഷകനെത്തിയല്ലോ. കുറെ വിദ്യകൾ കഴിഞ്ഞല്ലോ. ഇനി എന്തെല്ലാം വിദ്യകൾ ബാക്കിയുണ്ട് നിന്റെ കർത്താവിന്റെ കയ്യിൽ? നിന്റെ പരിഹാസം നിർത്തുക. ഇനി ഒരക്ഷരം ഞങ്ങളുടെ കർത്താവിനെതിരായി പറഞ്ഞാൽ ഇല്ല, ഞങ്ങൾ പറയുന്നതിനേക്കാൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ പ്രഹരം പോരാഞ്ഞിട്ടാണോ നിങ്ങൾ ഇനിയും ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ പ്രവൃത്തികൾക്ക് കർത്താവ് തന്നെ നിങ്ങളെ വിധിക്കട്ടെ. അഹരോനെ, നിന്റെ സഹോദരനായ ഈ മോസസ് ഞങ്ങളുടെ മരണദൂതുമായി വന്നവനാണോ? സ്വന്തം ജനം തന്നെ നിങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു. മായാജാലവും മന്ത്രവടിയുമായി തിരിച്ചു പോകാൻ നോക്ക്. വിഡ്ഢികളായ ഈജിപ്തുകാരെ, ഞാൻ കൊണ്ടുവന്ന മരണദൂത് ഇസ്രായേലിനല്ല, അത് ഈജിപ്തിനുള്ളതാണ്. നിങ്ങൾ പോയി നിങ്ങളുടെ ഫറവയോട് പറയുവിൻ, ഈജിപ്തുകാർക്ക് ശ്മശാനമൊരുക്കാൻ ഭൂമി തികയാതെ വരുന്ന ഒരു പ്രഭാതത്തിലേക്കായിരിക്കും നാളെ നിങ്ങൾ ഉണരുക. എന്നാൽ ഹെബ്രായരാകട്ടെ വിജയാഹ്ലാദത്തിന്റെ ഒരു പുതിയ പുലരിയിലേക്കും. ഫറവോയ്ക്കും ഈജിപ്തിനുള്ള മരണദൂതുമായി സ്ഥലം വിടുവിൻ. നിങ്ങളുടെ നിലവിളി കേട്ട് എന്നെ അയച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കരുത്. ഈ രാത്രി നമുക്ക് പെസഹ രാത്രിയാണ്, കടന്നുപോകലിന്റെ രാത്രി. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകുവിൻ. പെസഹ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ. പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസോപ്പ് കമ്പ് മുക്കി 2 കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ. പ്രഭാതമാകുന്നതുവരെയും ആരും വീടിന് പുറത്തു പോകരുത്. ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ സംഹാരദൂതൻ കടന്നുപോകും. നിങ്ങളുടെ ഭവനങ്ങളിൽ രക്തം കാണുമ്പോൾ അവിടേക്ക് പ്രവേശിക്കുകയില്ല. ഇത് കർത്താവിനാൽ അർപ്പിക്കപ്പെടുന്ന പെസഹ ബലിയാണ്. ഇസ്രായേലേ, ഇത് നിങ്ങൾക്ക് കടന്നുപോകലിന്റെ രാത്രി. ഈജിപ്തേ, ഇത് നിനക്ക് സംഹാരത്തിന്റെ രാത്രി.
മോസസ്, ഫറവോൻ അങ്ങേ ഇപ്രകാരം അറിയിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു: നിന്റെ ജനത്തെ മുഴുവനും കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോവുക. നിങ്ങൾ പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചു കൊള്ളുക. ഈജിപ്തിന്റെ അവകാശികൾ വധിക്കപ്പെട്ടിരിക്കുന്നു. വലിയ നിലവിളി ഉയരുന്നു. ഒരാളെങ്കിലും മരിക്കാത്ത ഒരു ഭവനവും ഇവിടെയില്ല. പുറപ്പെടുക, ഈജിപ്ത് വിട്ടു പോവുക. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കർത്താവിനോട് അപേക്ഷിക്കുക. നിങ്ങൾ ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണിത്. കർത്താവിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിനുള്ള ശാപമാണ്. ഇസ്രായേലേ, ഉണരുക, പുറപ്പെടുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് യാത്ര തിരിക്കുക. ഫറവോന്റെ മനസ്സ് മാറിയെന്ന് തോന്നുന്നു. അവർ നമ്മുടെ പുറകെ ഉണ്ട്. മുന്നിൽ ചെങ്കടൽ, പുറകിൽ ഈജിപ്തിന്റെ സൈന്യം. നാം എന്ത് ചെയ്യും? വീണ്ടും നീ ഞങ്ങളെ ചതിച്ചിരിക്കുന്നു. ഫിലിസ്തീനയുടെ നാട്ടിലൂടെയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും ഈ ചെങ്കടലിൽ മുക്കിക്കൊല്ലാനാണോ നീ ഞങ്ങളെ ഇതുവഴി നയിച്ചത്? ഇതിലും ഭേദം ഫറവോയുടെ പീഡനമായിരുന്നു. ഖൊറാഫ്, ഇനിയൊരു വാക്ക് പോലും ശബ്ദിക്കരുത്. ഈജിപ്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ നൽകി നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെതിരെയാണ് നിന്റെ പുലമ്പൽ. മുട്ടുകൾ മടക്കി മോസസിനൊപ്പം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. മോസസ്, നിന്റെ വടി ഉയർത്തി കടലിന് മീതെ നീട്ടുക. നിന്റെ കരം കടലിന് മീതെ നീട്ടുക. വെള്ളം അവരെ മൂടട്ടെ. ജനങ്ങളുടെ അവലാദികൾ കൂടി വരികയാണ്. ഈ മരുഭൂമിയേക്കാൾ ഭേദം ഈജിപ്തിലെ അടിമത്തമായിരുന്നു അത്രേ. ചെങ്കടലിന്റെ നടുവിൽ നിന്നോ നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവം മരുഭൂമിയിൽ നിങ്ങൾക്ക് ജലമൊരുക്കി. ഇപ്പോഴിതാ കാടപ്പക്ഷികളെ കൊണ്ട് നിങ്ങളുടെ വിശപ്പ് മടക്കിയിരിക്കുന്നു. നിങ്ങൾ ശബ്ദിക്കുന്നത് ഞങ്ങൾക്കെതിരായിട്ടല്ല, കർത്താവിനെതിരായിട്ടാണ്. ഇനി ഒരാൾ പോലും കർത്താവിനെതിരായി ശബ്ദിച്ചു പോകരുത്. ഇല്ല, ഞങ്ങളോട് പൊറുക്കണം. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം സർവശക്തനാണ്. അവിടുത്തെ ഇനി ഞങ്ങൾ പരീക്ഷിക്കുകയില്ല. യഹോവ ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ അവന്റെ ജനവും. ഞാൻ കർത്താവിനെ ആരാധിക്കാൻ മലമുകളിലേക്ക് പോകുന്നു. ഞാൻ വരുന്നതുവരെ നിങ്ങൾ വിശ്വസ്തരായ കർത്താവിനെ സേവിക്കുവിൻ. മുപ്പതിലേറെ നാള് കഴിഞ്ഞു മോസസ് മലമുകളിലേക്ക് പോയിട്ട്. ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന മോസസിന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ നയിക്കാനും ഞങ്ങൾക്ക് ആരാധിക്കാനും ഒരു ദേവനെ ഉണ്ടാക്കി തരിക. ഞങ്ങൾക്കൊരു ദേവന് വേണം. ദേവനെ ഉണ്ടാക്കി തരൂ. നിങ്ങളുടെ പക്കലുള്ള ആഭരണങ്ങൾ കൊണ്ടുവരുവിൻ. ഞാൻ അതുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരാം.
ഇതാ നമ്മുടെ ദൈവം നമ്മുടെ മധ്യേ. വരുവിൻ, എല്ലാവരും അവിടുത്തെ ആരാധിക്കുവിൻ. നിർത്തുവിൻ. ഇതാണോ നിങ്ങളുടെ ദൈവത്തിന്റെ പ്രതിമ? അവിശ്വസ്തത, നന്ദിയില്ലാത്തവർ. ഈ ജന്തുവിന്റെ അവശിഷ്ടങ്ങൾ പൊടിച്ചു കലക്കി കുടിക്കൂ. അത് നിങ്ങൾക്ക് കൈപ്പായി ഭവിക്കട്ടെ. ഇസ്രായേലേ, നിങ്ങളിത് കാണുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വന്തം കൈകളാൽ എഴുതി തന്ന 10 കൽപ്പനകൾ. അവിടുന്ന് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിങ്ങളോ ഇവിടെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞാടുന്നു. ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തി വെക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു? അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ജനം എന്നോട് ആവശ്യപ്പെട്ടു, എനിക്കത് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. എന്നിരുന്നാലും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവൻ നിങ്ങളോട് ക്ഷമിച്ചേക്കും. മേലിൽ ഇത് ആവർത്തിക്കരുത്. ദൈവമായ കർത്താവേ, ഈ ജനത്തോട് പൊറുക്കണേ. അങ്ങയുടെ ക്രോധത്താൽ അവരെ നശിപ്പിക്കരുതേ. ഈ ജനത്തിന്റെ ഭാരം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. യഹോവേ, നീ ഇവരിൽ സംപ്രീതനാകണമേ. ഇസ്രായേലേ, കർത്താവിന്റെ നിയമമനുസരിച്ച് മുന്നേറുക. അവലേക്കിലുമായുള്ള യുദ്ധത്തിൽ നിങ്ങളുടെ വിജയത്തിനായി ഞാൻ ഉയർത്തിയ പ്രാർത്ഥനയുടെ കരങ്ങൾ എന്നും ഉയർന്നു തന്നെ നിൽക്കും. എന്റെ മനസ്സ് ഏറെ സംതൃപ്തമായിരിക്കുന്നു. കർത്താവ് ഇസ്രായേലിന് നൽകാനിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ദേശം ഇങ്ങകലെ നിന്ന് കാണാൻ അവിടെ നിന്ന് എന്നെ അനുവദിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയില്ല. ഇനി ഇസ്രായേലിനെ നയിക്കാൻ എനിക്ക് ശക്തിയില്ല. എന്റെ പിൻഗാമിയായി കർത്താവ് നിയമിച്ചിരിക്കുന്നവൻ ശക്തനും ധീരനുമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ അവൻ ഇനി ഇസ്രായേലിനെ നയിക്കും. അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നും നിങ്ങളുടെ ഏക ദൈവമായിരിക്കട്ടെ. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ഇസ്രയേൽ ഇന്നും സ്വർഗമെന്ന നിത്യതയുടെ തീരത്തേക്കുള്ള പുറപ്പാടിലാണ്. സ്പഷ്ടമായ അടയാളങ്ങളാലും വ്യക്തമായ ദർശനങ്ങളാലും അടിമത്തത്തിൽ നിന്നും ഇസ്രയേലിനെ സമൃദ്ധിയിലേക്ക് നയിച്ച മോസസ് അങ്ങേ വിശ്വാസ തീഷ്ണതയ്ക്കും ആത്മസമർപ്പണത്തിനും മുന്നിൽ പ്രണാമം, പ്രണാമം, പ്രണാമം. മോസസ് ഈജിപ്തുകാരനായ ഹെബ്രായൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഞങ്ങൾക്കായി അണിയറയിൽ പ്രവർത്തിച്ചവർ: ആശയം സിസ്റ്റർ റിയ, അവതരണം പിതൃവേദി, ശബ്ദസംയോജനം ജിൻഡോ ടോമി, രംഗസംവിധാനം ഡെൻസ് ജേക്കബ് ആൻഡ് സഞ്ജിത് തന്തോത്ത്, വസ്ത്രാലങ്കാരം സഞ്ജയ്, ശബ്ദവും വെളിച്ചവും STC ഡിജിറ്റൽ, തിരക്കഥ സംഭാഷണം ഷോണി വർഗീസ് ആൻഡ് ജെറാൾഡ് പെരേര, സംവിധാനം ജെറാൾഡ് പെരേര. നമ്മളെല്ലാവരും ബുക്ക് ഓഫ് എക്സോഡസും മോസസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഈ മോസസിന്റെ ജീവൻ അവരുടെ കൂടെ തന്നെ ജീവിക്കുന്ന പോലെയാണ്.